എൻ്റെ പേര് ഹിമ. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് സ്വന്തമായൊരു വരുമാനം വേണം എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയുടെ ലൈഫ് കണ്ടിട്ടാണ്. CBT റിസൾട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ എൻട്രി ആപ്പിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻട്രി ആപ്പിൻ്റെ ക്ലാസ്. ഞാൻ എൻ്റെ സ്കൂളൊക്കെ പഠിച്ചത് നാട്ടിൽ തന്നെയാണ്. സ്കൂള് കഴിഞ്ഞ് പിന്നെ 10th കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി ഡിപ്ലോമയ്ക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേങ്കിൽ എൻ്റെ അമ്മ കൊണ്ട് +2 കൊണ്ട് ചേർത്ത്. എന്നാലും ഞാൻ അതിനുശേഷം ഞാൻ ഡിപ്ലോമയ്ക്ക് പോയി. അതും ഇലക്ട്രിക്കൽ തന്നെയായിരുന്നു. ഞാൻ ടെക്നിക്കൽ സ്കൂളാണ് പഠിച്ചത്. അതിനുശേഷം എനിക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഞാൻ ബിടെക്കിന് പോയി. ബിടെക്ക് ഞാൻ പഠിച്ചത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന 2019 എനിക്ക് ഇറങ്ങുന്ന സമയത്ത് 22 സപ്ലി ഉണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയും, എല്ലാവരോടും പറയും. പക്ഷേങ്കിൽ സപ്ലൈ കിട്ടിയപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അഭിമാനമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5-2 വർഷത്തിനിടയ്ക്ക് ഞാനതെല്ലാം എഴുതിയെടുത്ത്. പല ടീച്ചർമാരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചിട്ടുണ്ട്, എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ വിശ്വസിച്ചു എന്നെക്കൊണ്ട് പറ്റും. അങ്ങനെ ഞാൻ സപ്ലൈ ഒക്കെ ക്ലിയർ ചെയ്ത്. അതിനുശേഷം കോവിഡൊക്കെ വന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് കോളേജ് കഴിഞ്ഞിട്ട് കോച്ചിങ് ക്ലാസ്സിനും ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ. അന്നേരമൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് അതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2021 ആയപ്പോഴത്തേനും എനിക്ക് ഒരു പ്രൈവറ്റായിട്ട് ഞാൻ കോൺട്രാക്ട് ബേസിൽ ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തു. ESICയിൽ ജോലി ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് ജോബിൻ്റെ വില എന്താണെന്നും ആ ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. സാലറി എനിക്ക് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ അവിടെയുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലത് കൊണ്ടു. അപ്പോൾ എനിക്കും അങ്ങനൊരു വില വേണം, എല്ലാവരും എന്നെ റെസ്പെക്റ്റോടുകൂടി കാണണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയത്. 2022 സെപ്റ്റംബറിൽ ഞാൻ പഠിക്കാൻ ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു. ആദ്യമൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര പാടായിരുന്നു എനിക്ക് പഠിക്കാനായിട്ട്. പ്രത്യേകിച്ച് മാത്സ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. അത് ടു ബി ഓണസ്റ്റ് എനിക്ക് അഡിഷൻ, സബ്ട്രാക്ഷൻ പോലുള്ള സാധനങ്ങൾ പോലും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ചെയ്യാനായിട്ട്. അത് ഞാൻ മാത്സിൽ വീക്കായതുകൊണ്ടല്ല, എനിക്ക് ടൈം എടുക്കുമായിരുന്നു ചെയ്യാനായിട്ട്. ഞാൻ ബാക്കിയുള്ള ഒരാൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അഡിഷനും സബ്ട്രാക്ഷനൊക്കെ ഇരുന്ന് ചെയ്താണ് പഠിച്ചത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ പല ഫ്രണ്ട്സും ജോലിക്കത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് കയറിയ ആൾക്കാരുണ്ട്. SSC CGL ക്രാക്ക് ചെയ്തിട്ട് റെയിൽവേയിൽ RMSൽ ജോലി ചെയ്യുന്നൊരു ഫ്രണ്ട് എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് യൂണിയൻ ബാങ്കിൽ PO ഉണ്ട്. അങ്ങനെ കുറേ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എവിടെയെങ്കിലുമൊക്കെ ആ സമയത്തായപ്പോഴത്തേനും ജോലിക്ക് കയറിയിരുന്നു. പക്ഷേ ആ ടൈമിലൊന്നും ഞാൻ എവിടെ എത്തിയില്ല. പിന്നെ ഞാൻ ഡൗൺ ആവാൻ തുടങ്ങി. ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എവിടെ എത്തുന്നില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ മാത്സ് ഭയങ്കര പാടായതുകൊണ്ട് കാര്യം നമ്മളൊരു കോമ്പറ്റീവ് എക്സാം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ സമയത്തിന് കാൽക്കുലേഷൻസ് ചെയ്ത് തീർക്കുക എന്നുള്ളത് പോലും. സോ അങ്ങനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പം ഞാൻ സെലക്ട് ആയത് ഞാൻ ALPയിലേക്കാണ് സെലക്ട് ചെയ്തത്. ALPൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ പോലും ഞാൻ സീരിയസ് ആയിട്ടല്ല പഠിച്ചത്. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് എല്ലാവരും കൊടുക്കുന്ന കൂട്ടത്തും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്ന് പഠിക്കണ സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞു അവർ കൊടുക്കുന്നുണ്ട്, നീയും കൊടുക്കുക. അപ്പോഴും എനിക്ക് അത് ടെക്നിക്കൽ പഠിക്കണം എന്നുള്ളത് കൊണ്ട് അപ്പോഴത്തേക്കും ഞാൻ ടെക്നിക്കലെല്ലാം വിട്ടിരുന്നു. കാര്യം നമ്മൾ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലോകം എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ അതിനുവേണ്ടി കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ടയർ കിട്ടി. നവംബറിൽ എക്സാം നടത്തി ടയർ 1 കിട്ടിയപ്പോഴത്തേനും ടയർ 2 വേണ്ടി കിട്ടണം എന്നുള്ളൊരു വാശിയായി. നല്ല രീതിയിൽ ഞാൻ ടെക്നിക്കൽ പഠിക്കാൻ വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പാർട്ട് A പഠിക്കുന്നതിലും കൂടുതൽ ഞാൻ പഠിച്ചത് പാർട്ട് B ആണ്. അത് ഞാൻ സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതാൻ പോയ അനുഭവം ഉണ്ടായി. ആദ്യം ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്തു. പിന്നീട് ഞാൻ പോയ സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്നൊരു വ്യക്തി, അയാൾ ഇത് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചു എളുപ്പമായിരുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാൽക്കുലേറ്റീവായിട്ട് ഫീൽ ചെയ്ത് മാത്സൊക്കെ. അപ്പോൾ അയാൾ പറഞ്ഞു അത് ഞാൻ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അയാൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു.
അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ഞാൻ പുറത്തിറങ്ങിയിട്ട് അത് ആലോചിച്ചിരുന്ന് കരഞ്ഞു, ഇനി എനിക്കത് കിട്ടത്തില്ലേ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമിച്ചിരുന്നു. പാർട്ട് ബിയിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്കത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാനത് 35% എബോവ് വാങ്ങിച്ച് പാസ്സാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് പാർട്ട് എ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ആ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നല്ലോണം കരഞ്ഞിരുന്നു. കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ക്വാളിഫൈ ആയി. പിന്നെ അടുത്ത ലക്ഷ്യം സൈക്കോമെട്രി എങ്കിലും പാസ്സാകുക. കാര്യം ഞാൻ കുറേ അപ്പോഴത്തേനും ഈ എൽപിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേനും എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും സൈക്കോമെട്രിക്ക് ആണ് എല്ലാവരും എന്താ പറയുക തോറ്റു പോണതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സൈക്കോമെട്രിക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങി. CBT റിസൾട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ എൻട്രി ആപ്പിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻട്രി ആപ്പിൻ്റെ ക്ലാസ് സൈക്കോമെട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു വേറൊരു ആപ്പിൻ്റെ ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സസ് മൊത്തം ഞാൻ കണ്ടത് എൻട്രി ആപ്പിൻ്റെ തന്നെയായിരുന്നു. സാറിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെമ്മറി ടെസ്റ്റിനകത്ത് ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ സാറ് പറഞ്ഞത് കുറേ ടെക്നിക്സൊക്കെ ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ക്യൂബ് കൗണ്ട് ചെയ്യുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ബ്രിക്സ് കൗണ്ട് ചെയ്യുന്നൊരു സാധനം, ഹിഡൻ ക്യൂബ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര പാടായിരുന്നു. അതും ഞാൻ എൻട്രി ആപ്പ് വഴിയിട്ടാണ് ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടത് പഠിച്ചത്. പിന്നെ എൻ്റെ ലൈഫിൽ എന്താ പറയുക സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാന സങ്കടം ഞാൻ എവിടെ എത്തിയില്ല. എനിക്കിപ്പം 30 ആയി. എൻ്റെ ഏജിൽ എല്ലാവരും ജോലി വാങ്ങിച്ച് ഫാമിലിയായിട്ട് സെറ്റിലൊക്കെ ആയ ആൾക്കാരാണ്. അപ്പം ഞാൻ എവിടെ എത്തിയില്ല എന്നൊരു സങ്കടമായിരുന്നു എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഈ സാധനം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞ് ഈ ഓരോ യൂട്യൂബ് ചാനലിലും ഞാൻ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അച്ചീവേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ സെർച്ച് ചെയ്തിരുന്ന് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർ അവിടെ വന്നിരുന്നിട്ട് ഭയങ്കര അഭിമാനത്തോടെ അവരുടെ പാരൻസ് കൂടെ വന്നിട്ട് ഇത് മെഡൽ കഴുത്തിലിട്ടിട്ട് പറയുമ്പോൾ ഞാൻ വിഷമിക്കാറുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഇനി എന്നാണ് അങ്ങനെയൊന്ന് സംഭവിക്കുക എന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എനിക്കത് കിട്ടുമോ ഇല്ലയോ എന്ന് എന്താ പറയുക അറിയത്തില്ല. എന്ന കാര്യം എന്നെ തളർത്താൻ ചുറ്റും കുറേ ആൾക്കാരുണ്ടായിരുന്നു. നിന്നെക്കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇല്ല നീ ട്രൈ ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതെൻ്റെ അമ്മയാണ്. അമ്മ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബോയ് ഫ്രണ്ട്, അവൻ്റെ പേര് ഞാൻ പറയില്ല, അവനാണ് എന്നെ പഠിപ്പിച്ചത്. ഈ പറഞ്ഞ സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സപ്ലൈ പഠിപ്പിച്ചത് അവനാണ്. ഓരോ കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്താലും കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞാലും പോയി പഠിച്ചോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു ദിവസം ഞാൻ രക്ഷപ്പെടും എന്നൊരു സാധനം അവന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെക്കാട്ടും വിശ്വാസം ഉണ്ടായിരുന്നത് അവനാണ്. ഞാൻ എപ്പോഴും അവനോട് പറയും, ഇല്ലടാ എനിക്ക് ജോലിയൊന്നും കിട്ടാൻ പോണില്ല, ലൈക്ക് ഞാനൊരു ഹൗസ് വൈഫായിട്ട് മാറേണ്ടി വരുമോ, എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ആയി പോകുന്നത്. കാര്യം ഞാൻ ചുറ്റും കണ്ട കുറേ സ്ത്രീ ജീവിതങ്ങളുണ്ട്, വീട്ടു ജോലി എടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരാളാവാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനടുത്ത് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ അങ്ങനെ ആയി പോവുമോ എന്ന് എപ്പോഴും പറഞ്ഞ് സങ്കടപ്പെടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞില്ല, നീ ഒരിക്കൽ നേടും. അവൻ്റെ ഒരു എന്താ പറയുക വിശ്വാസമാണ് ഇന്ന് എൻ്റെ ഈ കഴുത്തെ കിടക്കണ ഈ സാധനം, ഈ മെഡലും. ഓക്കെ, അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതവന് കൊടുത്തേ, പക്ഷെ അവനില്ല. പിന്നെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയിട്ടുള്ളത്. എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അച്ഛൻ മരിക്കുന്നത്. ഒരു ചേച്ചിയുണ്ട് എനിക്ക്. അമ്മ ഗവൺമെൻറ് സർവീസിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചെറുപ്പം മുതലേ അമ്മ ജോലിക്ക് പോകുന്നതൊക്കെ കണ്ടു വളർന്നൊരു വ്യക്തിയാണ്. അപ്പം അമ്മയിൽ നിന്നാണ് നമുക്ക് സ്വന്തമായൊരു വരുമാനം വേണം, പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് സ്വന്തമായൊരു വരുമാനം വേണം എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയുടെ ലൈഫ് കണ്ടിട്ടാണ്. സോ അമ്മ എന്നെ എന്താ പറയുക, അമ്മയ്ക്ക് ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാനിവിടെ എത്താത്തതിൻ്റെ പേരിൽ. അമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് വരുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും തീർച്ചയായിട്ടും വരണം. കാര്യം അമ്മയും ഇതൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ സാധനം കിട്ടണത്. എന്താ പറയുക, മറ്റുള്ളവർ ഞങ്ങളെ കുറ്റം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, എവിടെ എത്താൻ പോണില്ല. അമ്മയോട് ഇപ്പം ഞങ്ങൾ പഠിക്കാൻ പോയ സമയത്തൊക്കെ ഈവൻ കുറച്ച് ആൾക്കാർ പറഞ്ഞ ഡയലോഗ്സ് ഇതാണ്, എന്തിനാണ് മക്കളെ ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ വിടുന്നതും, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്, കെട്ടിച്ച് കിട്ടൂടെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്. ഞാൻ ജോലി കിട്ടട്ടെ, കല്യാണം കഴിക്കുന്നുള്ളത് എൻ്റെ ഒരു തീരുമാനവും എൻ്റെ വാശിയായിരുന്നു. ഇനി എന്തായാലും അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. അപ്പം എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ് ഈ സാധനം ഇതെന്ന് പറയുന്നത്. ഞാൻ ജോലിക്ക് പോയി രക്ഷപ്പെടണം എന്ന് എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ ജോലിക്ക് പോകുന്ന ഇൻസ്പിറേഷൻ അമ്മയാണ്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് രേവതി, അവളാണ് CGL കിട്ടി റെയിൽവേയിൽ. അവളും കാരണമാണ് ഞാൻ കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നത്.
പക്ഷേ രേവതി എന്നെ പറഞ്ഞു, എടി നീ അവൾ കിട്ടിയപ്പോൾ അവൾക്ക് ജോലി കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി ലൈക്ക് നമുക്കും പറ്റും. അവൾ നല്ല എഫേർട്ട് എടുത്താണ് അവൾ പഠിച്ചത്. അപ്പം എനിക്കും തോന്നി ഞാനും അത്ര എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങി തിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ല, നല്ലോണം പഠിക്കണം എന്നുള്ളത്. സോ നമ്മുടെ ലൈഫിൽ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾ വരും, നമ്മളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. ആരും നമ്മളെ നന്നാകാൻ വേണ്ടി അങ്ങനെ ആരും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നില്ല. നമ്മുടെ വീട്ടുകാരല്ലാണ്ട് വേറെ ആരും നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കണം വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പം അവരുടെ മുന്നിൽ നമ്മളെപ്പോഴും പ്രൂവ് ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റും, നമ്മളൊരു പൊസിഷനിൽ എത്തും എന്നുള്ള സാധനം. ഞാൻ S3 എന്തോ പഠിക്കുന്ന സമയത്ത് എനിക്ക് സപ്ലൈ ആയിട്ട് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പഠിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു ഇവള് ലാറ്ററിൻ്റെ അപ്പോൾ 1 വർഷം പഠിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ഞാൻ പറയുമായിരുന്നു നല്ലപോലെ അപ്പം സാർമാരല്ലേ എന്നെ വിളിക്കുമായിരുന്നു. അതാണ് ഏറ്റവും വലിയ. ഇവൾക്ക് ഇച്ചിരി പഠിക്കാൻ അങ്ങ് മടി പോലെ എനിക്ക് അന്നേരം അറിയാം. അന്നേരം സാർമാർ എൻ്റെ അടുക്ക പറയും. അപ്പം നമ്മളിലെ കോളേജ് ഓഫീസ് ട്രിവാൻഡ്രം ആയപ്പോൾ സാർമാർ കുറേ പേര് പറയും. അന്നേരം ഇതുപോലെ ഓരോ കോമ്പറ്റീഷൻ ഇവള് വിചാരിച്ചെന്തോന്നോ പഠിക്കാതെ ഇതായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഇവിടെ എന്നോട് പറഞ്ഞ് ഞാൻ പാസ്സാവും, പിന്നെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എല്ലാം പാസ്സാവും. ഞാൻ പറഞ്ഞാൽ ശരി, നമ്മൾ ഒരു പരിധി വരെയൊക്കെ എല്ലാം നമുക്ക് അടിച്ചായാലും വഴക്ക് പറഞ്ഞാലും പഠിപ്പിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല പഠിക്കാന്ന് പറയാം. പിന്നെ ഇപ്പം ഞാൻ പിന്നെ സപ്ലി ഒക്കെ ആയപ്പോൾ എനിക്ക് നല്ല വിഷമമായിരുന്നു. അല്ല, എന്നോട് ഫസ്റ്റ് സപ്ലി കിട്ടിയപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞേ ഈ ഡ്രോപ്പ് നോക്കണ്ട, നീ അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കുന്ന പറഞ്ഞു. അടുത്ത പ്രാവശ്യം സപ്ലൈ കിട്ടി, എനിക്ക് ഒരു സെം ഫുള്ള് സപ്ലൈ കിട്ടി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്താ പറയുക, കോളേജ് ഡ്രോപ്പ് ചെയ്യാം, ഇനി പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ മാലാഖനെ പോലെ എൻ്റെ ബോയ് ഫ്രണ്ട് വരുന്നത്. സാധാരണ ലവ് സ്റ്റോറീസിലൊക്കെ തിരിച്ചാണ് കാണുന്നത്, ലൈക്ക് ഗേൾ ബോയിനെ പഠിപ്പിക്കുക. പക്ഷേ ഇവിടെ എന്നെ അവനാണ് പഠിപ്പിച്ച് പാസ്സാക്കിയത്. അത്ര ആ പയ്യൻ്റെ ഒരു മിടുക്കുമുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ആ കൊറോണ സമയത്ത് ടെസ്റ്റ് എഴുതാൻ അവിടെ കോളേജിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മുടെ വീടിനടുത്തുള്ള കോളേജിൽ തന്നെയാണ് പരീക്ഷ എഴുതാൻ പോകും. അപ്പം ആ പകലിരുന്ന് ശരിക്കും വർക്കൗട്ട്. അത് ഞാനൊന്നും ഉത്തരവാദില്ല. ഞാൻ പറയുന്നത് ഇനി വേണേൽ പഠിക്കുക, എൻ്റെ കാര്യം കഴിഞ്ഞ് അവരവർക്ക് വേണമെങ്കിൽ പഠിക്കുക. നമ്മൾ ഒരു പരിധി വരെ നമ്മൾ പറയും പഠിക്കുകയെന്ന്. 2 പേരുടെ അടുക്കലായാലും. മൂത്താളും MA B.Ed ആണ്. പക്ഷെ അതിന് ഇതുവരെ ആയില്ല. അത് പക്ഷേ PSC ഒന്നും ഇത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. അതും പ്രൈവറ്റിലായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുക നമ്മൾ പറയാം. പക്ഷേ നമുക്ക് ഒടുവിൽ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അവർ പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അല്ല വേറെ ഒന്നും അവർ ചെയ്യേണ്ട, വീട്ടിലായാലും വേറെ ഒന്നും. പിന്നെ എനിക്കൊരിതുണ്ടായിരുന്നു, എൻ്റെ നാട്ടുകാരെടുക്കലും വീട്ടുകാരെടുക്കലും നല്ലതാണെന്ന് കാണിക്കാൻ എത്രയും പഠിപ്പിച്ചെന്നൊക്കെ എന്നെ ഇവർ അച്ഛൻ പോലും ഇവർ അച്ഛൻ എന്നല്ല എല്ലാവരും പറയുമായിരുന്നു എന്തിനാ ഇങ്ങനെ വെറുതെ. സാമ്പത്തികമായിട്ട് കുറേ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉയർന്നതും നമുക്ക് ജോലിയൊക്കെ കിട്ടിയണക്കലാണ് നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ നല്ലത്. അപ്പോൾ എന്നോട് ചോദിക്കും എന്തിനാ വെറുതെ രമ കഷ്ടപ്പെട്ട് ഇത്രയും ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നത്, വേറെ എന്തിനേലും പൊക്കൂടായോ, കെട്ടിച്ചു വിട്ടൂടാ. എനിക്കൊരാഗ്രഹമാണ് ഇവരെ പഠിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹമാണ്. അതിനാണ് ഞാൻ ശരിക്കും വർക്ക് ചെയ്ത് എൻ്റെ എല്ലാ ബന്ധുക്കാരെക്കായാലും നല്ലപോലെ പഠിച്ച പിള്ളേർ വരാം. പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ജോലിയാണെങ്കിൽ ജോലി ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമം നല്ലതുപോലെ ഉണ്ടായിരുന്നു, സത്യം പറയാമല്ലോ. പിന്നെ ഇതിനകത്ത് ഓരോ ഇത് കിട്ടുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ സന്തോഷം ഞാനത് പക്ഷേ പുറമേ പ്രകടിപ്പിക്കാറില്ല. എന്ന് വെച്ചാൽ എനിക്കത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. എന്തിതുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ പുറമേ പ്രകടിപ്പിക്കാറില്ല. എന്തോ അതിനിവർ പറയുകയും ചെയ്യാം അമ്മയ്ക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ നമ്മുടെ മക്കളോടെല്ലാം നമ്മൾ സ്നേഹം കാണിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു ഇത് തന്നെയാണ്. ഞാൻ വളരെ വളരെ സന്തോഷമാണ്. കഷ്ടപ്പെട്ടതിൻ്റെ ഒരു കൂലി അവൾ തന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ല, അപ്പോഴാണ് അവരൊക്കെ എവിടെയെങ്കിലും എത്തി, ഞാനിവിടെ എത്തിയില്ല എന്നൊരിത് വന്നപ്പോഴാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഞാൻ തകർന്നു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കത്തില്ലായിരുന്നു. കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കാണുന്നത് ആൾക്കാരുടെ സക്സസ്സാണ്. പക്ഷെ അത് അവരുടെ സക്സസ്സിൽ അവർ വിജയിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ ഉള്ളിൽ ഞാൻ വിഷമിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇതവർ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും അത് അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഈ ഒരു ജേർണിയിലുള്ള എല്ലാ ആൾക്കാരും അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കൂടുതലുള്ള ആൾക്കാരെല്ലാം ഉയർന്നു പോകുമ്പോൾ നമ്മളെവിടെ എത്തിയില്ല എന്നൊരു സാധനം, അതാണ് എനിക്ക് തോന്നുന്നുണ്ട് ഈ കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം അതാണെന്ന് തോന്നുന്നുണ്ട്. എവിടെ എത്തുന്നില്ല, പക്ഷേ ലൈക്ക് നമ്മൾ കഷ്ടപ്പെട്ട നമ്മൾ കഷ്ടപ്പെട്ട എത്തുന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ലൈക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്തും, ഒരിക്കലും എത്താതിരിക്കത്തില്ല. പക്ഷെ കഷ്ടപ്പെടണം, ഇച്ചിരി പാടായിരിക്കും. കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇത്രയും കൊല്ലമായില്ലേ ഇതിനുവേണ്ടി ഇരിക്കുന്നു, വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പോലും ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാണ് അവൻ്റെ ചിലവിൽ നീ എന്തിനാണ് ഇങ്ങനെ ക്ലാസ്സിന് പോയി പൈസ വെറുതെ കളയുന്നത്, നിനക്ക് വേറെ വല്ല ജോലി നോക്കിക്കൂടെ. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം, ഞാൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആവും എന്നുള്ളത് എൻ്റെ വലിയൊരു ആശയമായിരുന്നു. അത് ഞാൻ നേടിയെടുത്തു.
ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല ലൈക്ക് ഞാൻ പല പല ചിലപ്പോൾ ഇമോഷണലാവും. ഞാൻ പല പല യൂട്യൂബ് ചാനൽസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അച്ചീവേഴ്സ് മീറ്റിന് ഇതൊക്കെ വാങ്ങിക്കുന്നത്. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നുന്നുണ്ട്. ഞാൻ ലൈഫിൽ എന്താ പറയുക 2019 ഞാൻ വീട്ടിൽ കഴിഞ്ഞാണ്. എനിക്ക് ഇറങ്ങുമ്പം 22 സപ്ലൈ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊരു കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ എഴുതിയെടുത്ത് പാസ്സായി. എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരുണ്ടാവും കഷ്ടപ്പെടുന്ന ആൾക്കാർ. ഒത്തിരി തവണ ഞാൻ ഭയങ്കര ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. പല എക്സാം എഴുതും പൊട്ടും, കിട്ടൂല, ഫസ്റ്റ് സ്റ്റേജ് പോലും കിട്ടാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്കിത് സാധനം കിട്ടാൻ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എൻ്റെ അമ്മയാണത്. ഇന്ന് എൻ്റെ അമ്മയുടെ നോക്കാൻ